PSC വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോലീസ് കോൺസ്റ്റബിൾ മെയിൻ പരീക്ഷാ സിലബസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പൊതുവിജ്ഞാനം 9 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. 1 ചരിത്രം, ഹിസ്റ്ററി, 5 മാർക്കിൻ്റെ ഹിസ്റ്ററി ഉണ്ടാകും. ഭൂമിശാസ്ത്രം 5 മാർക്കിൻ്റെ, ധനതത്വശാസ്ത്രം 5 മാർക്കിൻ്റെ, ഇന്ത്യൻ ഭരണഘടന 8 മാർക്കിൻ്റെ, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 3 മാർക്കിൻ്റെ ഉണ്ട്, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 4 മാർക്കിൻ്റെ, ഭൗതിക ശാസ്ത്രം 3 മാർക്കിൻ്റെ, രസതന്ത്രം 3 മാർക്കിൻ്റെ, കല, കായികം, സാഹിത്യം, സംസ്കാരം ഇവ എല്ലാവരും കൂടി 4 മാർക്കിൻ്റെ. അപ്പോൾ അങ്ങനെയാണ് പൊതുവിജ്ഞാനം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ 40 മാർക്കിൻ്റെ പൊതുവിജ്ഞാനം ഉണ്ടാവും. പിന്നെ കറണ്ട് അഫയേഴ്സ്, ആനുകാലിക വിഷയങ്ങൾ 10 മാർക്കിൻ്റെ ഉണ്ട്. ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും കൂടി 10 മാർക്കിൻ്റെ ഉണ്ട്. ജനറൽ ഇംഗ്ലീഷ് 10 മാർക്കിൻ്റെ ഉണ്ട്. പ്രാദേശിക ഭാഷകൾ മലയാളം, കന്നഡ, തമിഴ് അതിലേതെങ്കിലും പ്രാദേശിക ഭാഷകളിലുള്ളത് 10 മാർക്കിൻ്റെ ഉണ്ട്. പിന്നെ ഉള്ളത് സ്പെഷ്യൽ ടോപ്പിക്കാണ്. അത് തസ്തികകളുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പം പോലീസ് കോൺസ്റ്റബിളിൻ്റെ നിന്നൊക്കെ അതല്ലെങ്കിൽ SI തുടങ്ങിയ സിവിൽ പോലീസ് അതിനൊക്കെ ഉണ്ടാകുന്നത് ഭാരതീയ ന്യായ സംഹിതയാണ്. ഭാരതീയ ന്യായ സംഹിത അല്ലാതെ PSC പാഠ്യപദ്ധതിയിലും പെടുത്തിയിട്ടുണ്ട്. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് പോലീസ് കോൺസ്റ്റബിൾ, SI തുടങ്ങിയ തസ്തികകളിലേക്കുള്ള പരീക്ഷകൾക്ക് സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് 20 മാർക്കിൻ്റെ ഉണ്ടാവും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പോലീസ് കോൺസ്റ്റബിൾ മെയിൻ പരീക്ഷാ സിലബസിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് കിട്ടണമെങ്കിൽ PSC വെബ്സൈറ്റിൽ പോയി സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. ഇനി അടുത്തത് സുപ്രീം കോടതിയിൽ 90 ലോ ക്ലാർക്ക്. സുപ്രീം കോടതിയിൽ ലോ ക്ലാർക്ക് കം റിസർച്ച് അസോസിയേറ്റ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ 2025-26 നിയമനം നടത്തുന്നു. 90 പേരെയാണ് തിരഞ്ഞെടുക്കുക. എഴുത്ത് പരീക്ഷയ്ക്ക് തിരുവനന്തപുരത്തും കേന്ദ്രമുണ്ടാവും. ശമ്പളം 80,000 രൂപയാണ്. യോഗ്യത നിയമത്തിൽ ബിരുദം, അതായത് LLB ആണ്. അവസാന വർഷക്കാർക്കും ത്രിവത്സര അല്ല പഞ്ചവത്സര ഡിഗ്രി പഠിക്കുന്നവർക്ക് അവസാന വർഷക്കാർക്കും ജോയിനിങ് തീയതിക്ക് മുൻപായി യോഗ്യത നേടാമെന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി അപേക്ഷിക്കാം. പ്രായം 2025 ഫെബ്രുവരി 7-ന് 20 മുതൽ 32 വയസ്സ് വരെയാണ്. പരീക്ഷ തിരഞ്ഞെടുപ്പിനായി പാർട്ട് 1, പാർട്ട് 2 എന്നിങ്ങനെ 2 ഘട്ടങ്ങളായുള്ള പരീക്ഷയുണ്ടാകും. പരീക്ഷകൾ ഒറ്റ ദിവസമാണ് നടക്കുക. പാർട്ട് 1 മൾട്ടിപ്പിൾ ചോയ്സ് മാതൃകയിലുള്ളതും പാർട്ട് 2 സബ്ജക്റ്റീവ് എഴുത്തു പരീക്ഷയുമായിരിക്കും. നിലവിൽ തിരുവനന്തപുരം ഉൾപ്പെടെ 23 പരീക്ഷാ കേന്ദ്രങ്ങളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അപേക്ഷകരുടെ എണ്ണത്തിനനുസരിച്ച് പരീക്ഷാ കേന്ദ്രങ്ങളുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. മാർച്ച് 9-നായിരിക്കും പരീക്ഷ. ഇതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവരെ അഭിമുഖം കൂടി നടത്തിയാണ് തിരഞ്ഞെടുക്കുക. അപേക്ഷാ ഫീസ് 500 രൂപയാണ്. ഓൺലൈനായാണ് ഫീസ് അടയ്ക്കേണ്ടത്. അപേക്ഷ ഓൺലൈനായി അപേക്ഷിക്കണം. അവസാന തീയതി ഫെബ്രുവരി 7 കേട്ടോ. വിശദ വിവരങ്ങൾക്ക് അപേക്ഷിക്കുന്നതിന് www.sci.gov.in സന്ദർശിക്കുക. അപ്പോൾ ഇത് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ, ഈ യോഗ്യതയുള്ളവർ എത്രയും വേഗം ലാസ്റ്റ് ഡേറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ അപേക്ഷിക്കുക. ലാസ്റ്റ് ഡേറ്റ് ആകുമ്പോൾ സൈറ്റൊക്കെ ഹാങ്ങായിപ്പോയി നമുക്ക് അവസരം നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ അതുകൊണ്ട് ഉടനെ തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. അടുത്തത് 10ാം ക്ലാസ് ജയിച്ചവർക്ക് ഇനി KSEBയിൽ ജോലിയുള്ളൂ. അതെന്താണെന്ന് നോക്കാം. ഇലക്ട്രിസിറ്റി വർക്കർ അല്ലെങ്കിൽ മസ്ദൂർ തസ്തികയുടെ യോഗ്യത 10ാം ക്ലാസ് വിജയവും ITIയും ആക്കും.
10ാം ക്ലാസ് ജയിച്ചവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനാകുമായിരുന്നില്ല. സാങ്കേതികമായി അറിവുള്ളവരെ മാത്രമേ വൈദ്യുതി മേഖലയിലെ ജോലികൾക്ക് നിയോഗിക്കാവൂ എന്ന് കേന്ദ്ര വൈദ്യുതി അതോറിറ്റിയുടെ നിർദ്ദേശമുണ്ട്. മറ്റ് തസ്തികകളുടെയും സാങ്കേതിക യോഗ്യതയിൽ പരിഷ്കാരം വരുത്താൻ കേന്ദ്ര അതോറിറ്റി ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ KSEBിയിലെ തസ്തികകളുടെ നിയമന ചട്ടത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇത് PSCയുടെ പരിഗണനയിലാണ്. കമ്മീഷന്റെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് വിശേഷാൽ ചട്ടം പരിഷ്കരിച്ച് സർക്കാർ വിജ്ഞാപനം ചെയ്യും. അതിനുശേഷമായിരിക്കും PSC വിജ്ഞാപനം തയ്യാറാക്കി അപേക്ഷ ക്ഷണിക്കുന്നത്. നിയമചട്ടം പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി മസ്ദൂർ തസ്തികയിൽ നിയമനം നടന്നിരുന്നില്ല. 2013 അവസാന റാങ്ക് ലിസ്റ്റ് PSC പ്രസിദ്ധീകരിച്ചത്. ഈ തസ്തികയിൽ ജീവനക്കാരുടെ എണ്ണം തീരെ കുറവാണ്. ഈ തസ്തിക നിലനിർത്താനുള്ള ശുപാർശയും നിലവിലുണ്ട്. മസ്ദൂർമാർക്ക് ലൈൻമാനായി സ്ഥാനക്കയറ്റം ലഭിക്കാറുണ്ട്. ലൈൻമാനായി നിശ്ചിത സർവീസ് പൂർത്തിയാക്കുന്നവർക്ക് സബ് എഞ്ചിനീയറായും അതിനു മുകളിലേക്കും സ്ഥാനക്കയറ്റം ലഭിക്കും. അപ്പോൾ KSEBിയിലെ 10ാം ക്ലാസ് ജയിച്ചവർക്കാണ് ഇനി ജോലി ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അടിസ്ഥാന യോഗ്യതയായ 10ാം ക്ലാസ് പാസ്സായെങ്കിലും ഇരിക്കണം. അപ്പോൾ ഇതോടെ ഇന്നത്തെ PSC വാർത്തകൾ അവസാനിച്ചു. പുതിയ വാർത്തകളുമായി ഉടനെ തന്നെ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.